നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ മേഖലയാണ് വിമാനത്താവളങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ആളുകളാണ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിലേക്കും ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. അവിടേക്ക് കയറുന്നതിന് മുൻപ് തന്നെ വലിയ സുരക്ഷാ നടപടികളാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തുക. എന്നാൽ ഒരാളുടെ ഒരു ചെറിയൊരു തമാശ മതി ഒരുപാട് ആളുകളുടെ മണിക്കൂറുകൾ വൈകുവാനായിട്ട് കാരണമാകാറുണ്ട്. കാരണം ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് എപ്പോഴും ബോംബ് ഭീഷണി, ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണികളെല്ലാം തന്നെ ഉയരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷയാണ് അവിടെ എപ്പോഴും ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരുപക്ഷെ ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിൽ ബോംബ് ഭീഷണിയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒരു ഇമെയിലോ വഴി വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണികൾ കാരണം ഒരുപാട് ആളുകൾക്കാണ് അത് അപകടമുണ്ടാക്കുന്നത്. കമ്പനികൾക്കടക്കം, വിമാന കമ്പനികൾക്കടക്കം ഓരോ മണിക്കൂറിലും ഒരുപാട് തുകയാണ് നഷ്ടം സംഭവിക്കുന്നത്. ഇപ്പോഴിതാ ലഗേജിന്റെ ഭാരം കൂടുതൽ ചോദ്യം ചെയ്ത വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരോട് ബാഗിൽ ബോംബുണ്ടെന്ന് മറുപടി പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിലായിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി റഷീദിനെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോലാലംപൂരിലേക്ക് പോകാനായി റഷീദ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് അവിടെ പതിവ് നടപടികൾ പോലെ തന്നെ ലഗേജ് പരിശോധിക്കുന്നതിനിടെയാണ് ബാഗിൽ നിശ്ചിത തൂക്കത്തിൽ അധികം സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇതോടെ ബാഗിൽ എന്താണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വന്ന ഈ വ്യക്തിയോട് ചോദിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഒരു പരിഹാസ രൂപേണ അതിൽ ബോംബുണ്ട് എന്നാണ് മറുപടി നൽകിയത്. ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ അത് പോലീസിനെ വിവരം അറിയിക്കുകയും നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്യുകയായിരുന്നു. കാരണം ഇയാൾക്കതൊരു തമാശയായിരിക്കും, അല്ലെങ്കിൽ അപ്പോഴത്തെ ബാഗിൽ എന്താണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ള ചോദ്യം പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ അയാൾക്ക് തോന്നിക്കാണോ, അല്ലെങ്കിൽ അയാൾ അതിനൊരു മറുപടി നൽകിയതായിരിക്കാം. പക്ഷേ അത് എത്രത്തോളം സുരക്ഷാ മേഖലയിൽ നിന്നുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലൊരു പരിഹാസം, ബോംബുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പരിഹാസം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാനായിട്ട് സാധിക്കുള്ളൂ. അഥവാ അതിലില്ല, അയാൾ തമാശയ്ക്കായിട്ട് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ വെറുതെ വിടാനായിട്ട് പെട്ടെന്നൊന്നും ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല. കാരണം അത് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതി അവിടെ നിന്ന് പോലീസിനെ വേഗം വിവരം അറിയിച്ച് അറസ്റ്റ് ചെയ്യുന്നതും ബാഗിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന അധികൃതർ അവിടെ നടത്തിയിട്ടുള്ളതും. ഇതിനു മുൻപും ഇത്തരത്തിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ലഗേജിൽ കൂടുതലായിട്ട് ഭാരം തോന്നുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബോംബാണ് ബാഗിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള വിമാനത്താവളങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അവർക്കൊരു നേരത്തെ ഒരു ചെറിയൊരു തമാശ മാത്രമായിരിക്കും ആ കാര്യം, പക്ഷേ അത് ഒരുപാട് ആളുകളെയാണ് അത് ബാധിക്കുന്നത്. അവിടെ യാത്ര ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ വിമാന കമ്പനികളെയും അവിടെയുള്ള മറ്റുള്ള സുരക്ഷാ അധികൃതർക്കെല്ലാം തന്നെ ഒരുപാട് അത് ഇരട്ടി പണിയാക്കുന്ന രീതിയിലായിരിക്കും ചിലരുടെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ മാറുക. ഏതായാലും ഇപ്പോൾ ഇയാൾക്കിപ്പോൾ അതൊരു പാഠമായി കാണും. തമാശ രൂപേണ പറഞ്ഞത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.